മാർവൽ സ്റ്റുഡിയോസിന്റെ പ്രൊഡക്ഷനിൽ സൂപ്പർ ഹീറോ മൂവീസിന്റെ ഒക്കെ തുടക്കമെന്നോണം 2002 പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് അമേരിക്കൻ സൂപ്പർ ഹീറോ ഫിലിമാണ് സ്പൈഡർമാൻ. സ്പൈഡർമാൻ സീരീസിൽ ആദ്യമായി പുറത്തിറങ്ങിയ 2002 സ്പൈഡർമാൻ എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു സ്കൂൾ ബസ് ആണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ആ ബസ്സിന് പിന്നാലെ വണ്ടി നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സിനിമയിലെ നായകനായ പീറ്റർ വരികയാണ്. ഡ്രൈവർ ഉൾപ്പെടെ അവനെ ഒന്ന് ആക്കാൻ വേണ്ടി കാണാത്തതുപോലെ വണ്ടി ഓടിക്കുകയും പെട്ടെന്ന് വണ്ടിയിലുണ്ടായിരുന്ന സിനിമയിലെ നായികയായ മേരി ജെയിൻ ഡ്രൈവറിനോട് വണ്ടി നിർത്താൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ പീറ്റർ വണ്ടിയിലേക്ക് കയറുന്നു. എല്ലാവരും അവനെ വെറും പൊട്ടനായിട്ടാണ് കാണുന്നത്. അവൻ നടന്നു ചെല്ലുമ്പോൾ അവർ കാൽ വെച്ച് വീഴ്ത്തിയ ശേഷം അവനെ കളിയാക്കി ചിരിക്കും. അങ്ങനെ അന്ന് അവരെല്ലാം കോളേജിൽ നിന്ന് ഒരു റിസർച്ച് ലാബിലേക്ക് പോവുകയാണ്. പീറ്റർ ഉൾപ്പെടെ പഠിക്കാനായി ആ ലാബിലേക്ക് ചെല്ലും. ഈ സമയം അവന്റെ കൂട്ടുകാരനായ ഹാരി അവിടേക്ക് വരുന്നു. അവന്റെ അച്ഛൻ വലിയ കോടീശ്വരനാണ്. അങ്ങനെ അവൻ നേരെ തന്റെ കൂട്ടുകാരനായ പീറ്ററിനെ കണ്ട് സംസാരിക്കുകയും ശേഷം അവൻ തന്റെ ഡാഡിയെ പീറ്ററിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ പീറ്റർ ഹാരിയുടെ ഡാഡിയെ പരിചയപ്പെട്ട ശേഷം റിസർച്ച് ലാബിലേക്ക് ചെല്ലും. അവർ നേരെ കയറി ചെല്ലുന്നത് ചിലന്തികളെ പറ്റി ഗവേഷണം ചെയ്യുന്ന ഒരു ലാബിലേക്കാണ്. ഇവിടെ വിവിധ തരത്തിലുള്ള അപൂർവങ്ങളായ ചിലന്തികൾ ഉണ്ടെന്നും പലതും ഉഗ്രവിഷമുള്ളവയാണെന്നും ഒക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേട്ട് പീറ്റർ അതിന്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ കൂട്ടുകാർ അത് തട്ടിക്കളയുന്നു. അങ്ങനെ അവിടുത്തെ ഓരോ ചിലന്തികളെയും പറ്റി അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ അതെല്ലാം പഠിച്ച് നോക്കി നടക്കുകയാണ്. ഇവിടെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള പല ചിലന്തികളെയും വെച്ചിട്ട് പുതിയ ഇനത്തിൽപ്പെട്ട 15 ചിലന്തികൾക്ക് ഞങ്ങൾ ഉത്ഭവം നൽകിയെന്ന് ഗൈഡ് പറയുമ്പോൾ പക്ഷെ ഇതിൽ 14 ഉള്ളെന്ന് മേരി ജെയിൻ പറയുന്നു. അവർ നോക്കുമ്പോൾ അതിൽ ഒരു കൂടിൽ ചിലന്തിയെ കാണാനില്ല. അത് മറ്റു പരീക്ഷണങ്ങൾക്ക് ലാബിലേക്ക് എങ്ങാനും കൊണ്ടുപോയി കാണുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ചിലന്തി കൂട്ടിൽ നിന്ന് പുറത്തു ചാടി മുകളിൽ ഇരിക്കുകയാണ്. ക്ലാസിന്റെ ഇടയിലെല്ലാം പീറ്റർ മേരി ജെയിനെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് അവളെ ഇഷ്ടമാണ്. പക്ഷേ അവളോട് തുറന്നു പറയാൻ അവന് മടിയാണ്. അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി അവൻ മേരിയോട് ലാബിൽ വിദ്യാർത്ഥി നിൽക്കുന്നതിന്റെ ഒരു ഫോട്ടോ വേണമെന്നും നീ ഒന്ന് നിന്നാൽ നിന്റെ ഫോട്ടോ ഒന്ന് എടുക്കാമായിരുന്നുവെന്നും അവൻ പറയുന്നു. അങ്ങനെ അവൾ നിൽക്കുകയും അവൻ അവളുടെ ഫോട്ടോ എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മുകളിലുണ്ടായിരുന്ന ഉഗ്രവിഷമുള്ള ചിലന്തി താഴേക്ക് ഇറങ്ങി വരികയും അവന്റെ കയ്യിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതിനിടെ ആരോ വിളിക്കുന്നത് കൊണ്ട് അവൾ അവിടെ നിന്ന് പോവുകയും ഉടൻ ആ ചിലന്തി അവന്റെ കയ്യിൽ കടിക്കുകയും ചെയ്യും. അപ്പോൾ തന്നെ അവന്റെ കയ്യിൽ പ്രത്യേക പാട് വരികയും ആ ചിലന്തി അവനെ കടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് പീറ്ററിന്റെ വീടാണ്. അവന്റെ അച്ഛനും അമ്മയും മരിച്ചത് കൊണ്ട് അപ്പൂപ്പന്റെയും അമ്മുമ്മയുടെയും കൂടെയാണ് അവനിപ്പോൾ ജീവിക്കുന്നത്. അവർ വീട്ടിൽ ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ വൈകിട്ട് പീറ്റർ വീട്ടിലേക്ക് എത്തുന്നു. അവൻ ആകെ തളർന്ന രീതിയിലാണ് വരുന്നത്. നീ വന്ന് വല്ലതും കഴിക്കാൻ അവർ പറയുമെങ്കിലും എനിക്ക് നല്ല ക്ഷീണമുണ്ടെന്നും ഒന്നും കഴിക്കാൻ വേണ്ടെന്നും ഞാനൊന്ന് ഉറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് പോകുന്നു. അവർ എന്തൊക്കെ ചോദിച്ചിട്ടും അവൻ ഒന്നും മിണ്ടാതെ കയറി പോവുകയാണ്. റൂമിലെത്തുന്ന അവൻ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഉടൻ അവൻ തല കറങ്ങി കിളി പോയി നേരെ താഴേക്ക് മറിഞ്ഞു വീഴുന്നു. അവന്റെ ശരീരത്ത് ഈ സമയത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ആകെ വയ്യാതെയായിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഹാരിയുടെ അച്ഛന്റെ കമ്പനിയാണ്. അവിടെ പട്ടാളക്കാർക്ക് വേണ്ടിയുള്ള പുതിയ സാങ്കേതിക വിദ്യയിലെ ഒരു വിമാനം അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. പട്ടാളക്കാരുടെ ശക്തി കൂട്ടാനുള്ള പരീക്ഷണം എന്താ എന്ന് മിലിറ്ററി കേണൽ ചോദിക്കുമ്പോൾ മനുഷ്യന്റെ ശക്തി കൂട്ടുന്ന തരത്തിലുള്ള ഒരു വായു നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അത് പല ജീവികളിലും പരീക്ഷിച്ചിട്ടുണ്ടെന്നും അയാൾ പറയുന്നു. അതെല്ലാം വിജയിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ജീവികളിൽ പ്രയോഗിച്ചപ്പോൾ എല്ലാം നന്നായി വിജയിച്ചുവെന്നും ഇനി മനുഷ്യനിൽ ഇത് പരീക്ഷിക്കാമെന്നും ഹാരിയുടെ അച്ഛൻ പറയുന്നു. എന്നാൽ കൂടെയുള്ള ശാസ്ത്രജ്ഞൻ ഇടപെടുകയും ഇത് മനുഷ്യരിൽ പരീക്ഷിക്കാറായിട്ടില്ലെന്നും കഴിഞ്ഞ തവണ ജീവികളിൽ പരീക്ഷിച്ചപ്പോൾ അവയിൽ വെപ്രാളവും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നുവെന്നും കുറച്ചുകൂടി പരീക്ഷണങ്ങൾ വിപുലപ്പെടുത്തിയിട്ട് മനുഷ്യനിൽ പരീക്ഷിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പരീക്ഷണങ്ങൾ ഒന്നുകൂടി ആദ്യമേ റീഅറേഞ്ച് ചെയ്യണമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ജനറൽ അവരോട് ആദ്യമേ പരീക്ഷിച്ച് റെഡിയാക്കാനുള്ള ടൈം ഒന്നും ഇനി ഇല്ലെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാം റെഡി ആയിട്ടില്ലെങ്കിൽ ആർമിക്ക് വേണ്ട കോൺട്രാക്ട് എല്ലാം നിങ്ങളെ വിട്ട് മറ്റാർക്കെങ്കിലും കൊടുക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഇതോടെ ഹാരിയുടെ അച്ഛന് എന്ത് ചെയ്യണമെന്ന് അറിയാതെയാവുന്നു. അങ്ങനെ അന്ന് രാത്രിയാവുന്നു. ഹാരിയുടെ അച്ഛൻ ആ പരീക്ഷണം മനുഷ്യന്റെ മേൽ പരീക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് മനുഷ്യരുടെ ദേഹത്ത് പരീക്ഷിക്കാൻ വേണ്ടിയൊന്നും നമ്മൾ വളർന്നിട്ടില്ലെന്നും ഇത് അപകടമാണെന്നും ഒക്കെ കൂടെയുള്ള ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പേടിത്തൊണ്ടനായി ജീവിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ലെന്നും എന്തെങ്കിലും നേടണമെങ്കിൽ തുനിഞ്ഞിറങ്ങിയേ പറ്റുള്ളൂ എന്നും അയാൾ പറയുന്നു. നമുക്കൊരു 2 ആഴ്ച കൂടി ക്ഷമിക്കാം. ജീവികളിൽ പരീക്ഷിച്ച് എല്ലാം വിജയിച്ചതിന് ശേഷം മാത്രം മനുഷ്യരിൽ പരീക്ഷിക്കാമെന്നൊക്കെ ശാസ്ത്രജ്ഞൻ പറയുമെങ്കിലും 2 ആഴ്ച കഴിയുമ്പോൾ പട്ടാളത്തിന്റെ കരാർ തീരുമെന്നും ആ കരാറെങ്ങാനും വിട്ടുപോയാൽ പിന്നെ കമ്പനി അടച്ചു പൂട്ടേണ്ടി വരുമെന്നും അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് എന്റെ ദേഹത്ത് തന്നെ പരീക്ഷിക്കാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ മെഷീനിലേക്ക് കയറി കിടന്ന് പരീക്ഷണത്തിന് തയ്യാറാവുന്നു. അങ്ങനെ കൂടെയുള്ള ശാസ്ത്രജ്ഞൻ എല്ലാം ക്ലിയർ ചെയ്ത് വളരെ പേടിയോടെ അദ്ദേഹത്തെ ഉള്ളിലേക്ക് അയക്കുന്നു. പട്ടാളക്കാരുടെ ശക്തി കൂട്ടാനുള്ള പരീക്ഷണമാണ് അവിടെ നടക്കുന്നത്. എന്ത് സംഭവിക്കുമെന്നറിയാതെ ശാസ്ത്രജ്ഞർ പേടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അതിനുള്ളിലെ വായു ഓണാക്കുകയും അതിനുള്ളിൽ മുഴുവൻ പച്ചപ്പുക നിറയാൻ തുടങ്ങുകയും ചെയ്യും. അയാളുടെ ബോഡിയിൽ എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നതായിട്ട് കമ്പ്യൂട്ടറിലൊക്കെ കാണുകയും നോക്കുമ്പോൾ ഹാരിയുടെ അച്ഛൻ ഉള്ളിൽ കിടന്ന് പിടയുന്നതായി കാണുന്ന ശാസ്ത്രജ്ഞൻ ഓടിച്ചെന്ന്
ചേംബറിലെ ഗ്യാസ് മുഴുവൻ ഓഫാക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും അദ്ദേഹം പിടഞ്ഞ് അനക്കമില്ലാതെ ആവുകയും ഇതോടെ അദ്ദേഹം ഓടി ഉള്ളിലേക്ക് കയറി ചെന്ന് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഉണർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ അയാൾ കണ്ണു തുറന്ന് ശാസ്ത്രജ്ഞന്റെ കഴുത്തിൽ പിടിക്കുകയും ദൂരേക്ക് വലിച്ചെറിഞ്ഞ ശേഷം സ്വഭാവമൊക്കെ മാറുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് രാവിലെ ഉറക്കമെഴുന്നേക്കുന്ന പീറ്ററിനെയാണ്. അവൻ കണ്ണാടി എടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് കണ്ണാടി ഇല്ലാതെ തന്നെ തനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നത്. അവൻ നോക്കുമ്പോൾ ശരീരത്ത് മസിലും ബോഡിയും ഒക്കെ സെറ്റായിരിക്കുകയാണ്. അങ്ങനെ അന്നവൻ വളരെ സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോവുകയാണ്. എന്നത്തെയും പോലെ അന്നും അവൻ ബസ്സിന് പിറകെ ഓടുകയും ആള് കയറാനുണ്ടെന്ന് പറഞ്ഞ് ബസ്സിൽ അടിക്കുന്നതിനിടെ അതിന്റെ പോസ്റ്റർ കീറി അവന്റെ കയ്യിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ അന്നവൻ കോളേജിലെ ക്യാൻറ്റീനിൽ ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മേരി ജെയിൻ അവന്റെ അടുത്തുകൂടി നടന്നു പോവുകയും പെട്ടെന്ന് അവൾ കാൽ തെന്നി വീഴുന്നതിനിടെ അവൻ അവളെയും സാധനങ്ങളുമെല്ലാം കൃത്യമായി പിടിക്കുകയും ചെയ്യും. നിനക്ക് ഇത്രയ്ക്ക് കഴിവൊക്കെ ഉണ്ടോ? നിന്റെ കണ്ണാടി എവിടെ പോയി? ഇപ്പൊ നീ ലെൻസ് ഇട്ടിരിക്കുകയാണെന്നൊക്കെ അവൾ ചോദിക്കുമെങ്കിലും അവന് അവളുടെ മുന്നിൽ ഒന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ അവൾ പോവുകയും അവനവിടെ ഇരുന്ന് നോക്കുമ്പോൾ ഒരു സ്പൂൺ തന്റെ കയ്യിൽ പറ്റിയിരിക്കുന്നതായി കാണുകയും ചെയ്യും. അത് വലിച്ചിളക്കുമ്പോൾ അതിൽ നിന്ന് ചിലന്തി വല വരുന്നുണ്ട്. പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് ഒരു വല നേരെ അവിടെ ഇരിക്കുന്ന പ്ലേറ്റിൽ കൊള്ളുന്നു. ഒന്നും മനസ്സിലാവാതെ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് അവൻ അതിൽ വലിക്കുകയും അത് പുറകിലിരിക്കുന്നവന്റെ മുതുകത്ത് വീഴുകയും ചെയ്യും. ഇതോടെ കുളമായെന്ന് മനസ്സിലാവുന്ന പീറ്റർ അവിടെ നിന്ന് പോവുകയും പീറ്ററാണ് ഇത് ചെയ്തതെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യും. അവൻ ആ പാത്രവും വലിച്ചു കഴിച്ച് നേരെ പുറത്തേക്ക് പോകുന്നു. പീറ്റർ നേരെ ചെന്ന് തന്റെ ലോക്കറിന്റെ അടുത്തെത്തുകയും പെട്ടെന്ന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം അവന് വ്യക്തമായി കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുകയും ചെയ്യും. തന്റെ നേർക്കൊരു ഇടി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൻ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുകയും മറ്റവൻ അവനെ ഇടിക്കാൻ വന്നിരിക്കുകയാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. മേരി ജെയിൻ അവിടെ ഇടപെട്ട് അവൻ മനഃപൂർവ്വമല്ലെന്നൊക്കെ പറയുമെങ്കിലും അവൻ അടിക്കാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവന് പീറ്ററിനെ അടിക്കാൻ കഴിയുന്നില്ല. പീറ്ററിന് എല്ലാം കൃത്യമായി സ്ലോ മോഷനിൽ കാണാൻ കഴിയുന്നു. അടിക്കാൻ വരുന്നവരുടെ എല്ലാം കയ്യിൽ നിന്ന് പീറ്റർ സാഹസികമായി ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ അവൻ ഓടി വന്ന് അടിക്കാൻ ശ്രമിക്കുകയും പീറ്റർ തിരിച്ചടി ഇടി കൊടുക്കുന്നതോടെ അവൻ തെറിച്ചു പോവുകയും ചെയ്യും. ഇത് പീറ്ററാണ് ചെയ്തതെന്ന് ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. നീ ഇത്രയ്ക്ക് കിടിലമാണോ എന്നൊക്കെ കൂട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. അവൻ നേരെ അന്ന് പുറത്തേക്ക് ഓടി ആളില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുകയും തന്റെ കയ്യിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ നോക്കുകയും ചെയ്യും. അവിടെ ഒരു ചെലന്തിയെ കാണുന്ന അവന് തനിക്കെന്തോ പ്രത്യേക ശക്തിയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവുകയും അന്നത്തെ ചെലന്തി കടിയിൽ നിന്നാണ് ഇതെല്ലാം വന്നതെന്ന് അറിയുകയും ചെയ്യും. തന്റെ കയ്യിലെല്ലാം ഒട്ടുന്നുണ്ടെന്ന് ഉള്ള ഓർമ്മ വെച്ച് അവൻ അവിടുത്തെ ഭിത്തിയിൽ പിടിക്കുകയും ഒട്ടി നിൽക്കുന്നതോടെ അതുപയോഗിച്ച് അവൻ മുകളിലേക്ക് കയറാൻ തുടങ്ങുകയും ചെയ്യും. അവന് സുഖമായി കയറാൻ കഴിയുന്ന കാര്യം ഓർത്ത് അവൻ തന്നെ അത്ഭുതപ്പെടുന്നു. അങ്ങനെ അവൻ ആ ബിൽഡിങ്ങുകളുടെ എല്ലാം മുകളിലൂടെ അവന്റെ ശക്തി ഉപയോഗിച്ച് ഓടിച്ചാടി നടക്കുകയാണ്. ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ബിൽഡിംഗ് ഇല്ല. കുറച്ച് ദൂരത്തിലാണ് ബിൽഡിങ്ങുകൾ നിൽക്കുന്നത്. ഇതോടെ അവൻ നേരത്തെ വന്നതുപോലെ വല പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനതിന് കഴിയുന്നില്ല. നേരത്തെ എങ്ങനെയാണ് വന്നതെന്ന് അവന് ഓർമ്മയും കിട്ടുന്നില്ല. അവൻ പല ആംഗ്യവും കാണിച്ചു നോക്കുമെങ്കിലും ഒന്നും വർക്കാവുന്നില്ല. അവൻ പ്രത്യേക രീതിയിൽ ഒന്ന് കാണിക്കുമ്പോൾ ഒരു വല തെറിച്ചങ്ങ് പോവുകയും ഇങ്ങനെയാണ് അത് വിടുന്നതെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ അവൻ കൃത്യമായി അവിടുത്തെ കമ്പിയിലേക്ക് പിടിപ്പിച്ച ശേഷം അതിൽ പിടിക്കുകയും ശേഷം രണ്ടും കൽപ്പിച്ചുകൊണ്ട് താഴേക്ക് തൂങ്ങിപ്പോവുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ അവന് നിൽക്കാൻ കഴിയാതെ നേരെ ഭിത്തിയിലിടിച്ച് മറിഞ്ഞു വീഴും. അങ്ങനെ അന്ന് രാത്രി വീട്ടിലേക്ക് എത്തുന്ന പീറ്റർ തനിക്ക് പറ്റുന്ന ഒരു സിമ്പലും പറ്റിയ ഒരു വേഷവും അതിന് പറ്റുന്ന കളറും ഒക്കെ ഒരുപാട് നേരം ആലോചിച്ച് വരച്ച് ഒരുവിധം അവന്റെ വേഷം റെഡിയാക്കി എടുക്കുന്നു. പിറ്റേന്ന് അവൻ റൂമിലിരുന്ന് തന്റെ ശക്തി മുഴുവൻ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പലതും പൊട്ടുന്നതിന്റെയൊക്കെ സൗണ്ട് കേട്ട് അവന്റെ അമ്മമ്മ അവിടേക്ക് വന്ന് നീ റൂമിലിരുന്ന് എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു. എക്സസൈസ് ചെയ്യുകയാണെന്നും ഇപ്പൊ വരാമെന്നും അവൻ പറയുകയും അവർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവന്റെ റൂം മുഴുവൻ കുളമായി ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹാരിയുടെ അച്ഛനെയാണ്. മറിഞ്ഞു വീണ് കിടക്കുന്ന അയാളോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ലെന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നു. പെട്ടെന്ന് അയാളുടെ കമ്പനിയിലെ ആളുകൾ അവിടേക്ക് വരികയും ഡോക്ടർ സ്റ്റോം കൊല്ലപ്പെട്ടുവെന്നും ലാബിൽ അദ്ദേഹത്തിന്റെ മരിച്ച ശരീരം കണ്ടെത്തിയെന്നും അദ്ദേഹത്തെ ആരോ കൊന്നതാണെന്നുമൊക്കെ അവർ പറയുന്നു. അതോടൊപ്പം നമ്മുടെ പുതിയ വിമാനവും നഷ്ടപ്പെട്ടുവെന്ന് അവർ പറയുന്നു. പിന്നീട് പീറ്ററിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ സ്വഭാവത്തിൽ ഇപ്പൊ എന്തോ മാറ്റമുണ്ടെന്നും അവനൊന്നും തുറന്നു പറയുന്നില്ലെന്നും പറയുന്നതിനിടെ അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതായി കാണുകയും നിന്നെ ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് അപ്പൂപ്പൻ അവന്റെ കൂടെ ചെല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം അവനെ പോകേണ്ട സ്ഥലത്ത് കൊണ്ട് എത്തിക്കുകയും ഇറങ്ങുന്നതിന് മുമ്പ് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും അദ്ദേഹം പറയുന്നു. നീ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും അമ്മൂമ്മയ്ക്കും പ്രായമായിക്കൊണ്ടിരിക്കുന്നു. നീ എന്തേലുമൊക്കെ കാണിച്ചു കൂട്ടി വെറുതെ പണി മേടിക്കരുത്. നീ കഴിഞ്ഞ ദിവസം സ്കൂളിൽ തല്ലുണ്ടാക്കിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഈ പ്രായത്തിൽ നമുക്ക് വരുന്ന മാറ്റങ്ങളെല്ലാം ഭാവിയിൽ നമ്മൾ എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കുന്ന മാറ്റങ്ങളാണ്. നമ്മളെപ്പോഴും നന്മയ്ക്ക് വേണ്ടി മാത്രമേ നിൽക്കാവൂ, തിന്മയുടെ പിറകെ പോകരുത്. നമ്മുടെ ശക്തി അധികമാവും തോറും നമ്മുടെ ചുമതലയും അധികമാവുമെന്ന് അദ്ദേഹം പറയും. ഞാൻ ഓരോന്ന് കാട്ടിക്കൂട്ടി ഒരു ക്രിമിനലാവുമെന്ന് അപ്പൂപ്പന് പേടിയുണ്ടല്ലേ? അങ്ങനെയൊന്നും പേടിക്കണ്ട, ഞാൻ അങ്ങനെയൊന്നും ആവില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു.
അദ്ദേഹം പോയെന്ന് ഉറപ്പാക്കിയ ശേഷം അവൻ നേരെ ചെല്ലുന്നത് റെസ്ലിംഗ് നടക്കുന്ന സ്റ്റേഡിയത്തിലേക്കാണ്. അവിടെ ഭീകരനായ ഒരാൾ ആളുകളെല്ലാം ഇടിച്ച് പഞ്ചറാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ബോൺസ പിന്നെയും വിജയിച്ചിരിക്കുകയാണെന്നും ബോൺസയോട് തുടർച്ചയായി 3 മിനിറ്റ് ഈ കോർട്ടിനുള്ളിൽ മല്ലയുദ്ധം നടത്തി പിടിച്ചു നിൽക്കുന്നവർക്ക് $3000 സമ്മാന തുകയായി നൽകുന്നതാണെന്ന് അവിടെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അയാളോട് ഫൈറ്റ് ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല. എന്നാൽ പീറ്റർ അവിടെ രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോൾ നിന്നെ പോലെയുള്ള എലുമ്പന്മാരെയൊന്നും ഇതിനുകൊണ്ട് പറ്റില്ലെന്നും വീട്ടിൽ പറഞ്ഞിട്ടൊക്കെയാണോ വന്നിരിക്കുന്നതെന്ന് അവർ ചോദിക്കുകയും ചെയ്തു. എനിക്ക് പങ്കെടുത്തേ പറ്റുള്ളൂ എന്നും ഞാൻ റെഡിയാണെന്നും അവൻ പറയുന്നത് കേട്ട് അവൻ എന്തായാലും രജിസ്റ്റർ ചെയ്ത് വിടുന്നു. ആരും വരാത്തത് കൊണ്ട് ഞാൻ ഒരിക്കലും തോൽക്കുകയില്ലെന്നൊക്കെ ബോൺസ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവതാരകൻ അവിടെ അനൗൺസ് ചെയ്യുന്നു, ബോൺസയോട് മത്സരിക്കാൻ ഇതാ പുതിയ ഒരാൾ തയ്യാറായി വന്നിരിക്കുന്നു. അവന്റെ പേര് സ്പൈഡർമാൻ ആണെന്ന് അയാൾ ഉറക്കെ വിളിച്ചു പറയും. കർട്ടൻ തുറന്ന് അവനെ കാണുന്നതോടെ എല്ലാവരും നെഗറ്റീവ് അടിക്കാൻ തുടങ്ങുന്നു. ഈ എലുമ്പനാണോ ബോൺസയോട് കളിക്കാൻ വരുന്നതെന്നൊക്കെ അവിടെ നിൽക്കുന്നവരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഓരോ എല്ലും ബോൺസ പിച്ചു ചിന്താൻ പോവുകയാണെന്നൊക്കെ അവർ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പീറ്റർ കോർട്ടിലേക്ക് കയറുന്നു. ഉടൻ അവിടെ മുഴുവൻ കമ്പി ഉപയോഗിച്ച് കൂടുപോലെ പൂട്ടിയിടുന്നു. മറ്റാരെയും പൂട്ടിയില്ലല്ലോ, എന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ഇട്ട് പൂട്ടുന്നതെന്നൊക്കെ പീറ്റർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ ബോൺസ അവനോട് നിനക്ക് ഇവിടുന്ന് എന്തായാലും പുറത്തു കടക്കാൻ കഴിയില്ലെന്നും 3 മിനിറ്റ് കൊണ്ട് നിന്നെ ഞാൻ കൊന്നുകളയുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മത്സരം സ്റ്റാർട്ട് ചെയ്യുകയും പീറ്റർ അവന്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. ശേഷം ചാടി പറന്ന് പീറ്റർ അവന്റെ അടിയിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ്. ഉടൻ പുറത്തുനിന്ന് കസാര എടുത്ത് അവൻ പീറ്ററിനെ അടിച്ച് ശരിയാക്കും. വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് പീറ്ററിനെ അവൻ അറിഞ്ഞ് പഞ്ചറാക്കുന്നു. പിന്നെയും അടിക്കാൻ വരുന്നതോടെ പീറ്റർ അവനെ ചവിട്ടാൻ തുടങ്ങുകയും കാലുകൊണ്ട് അടിച്ച് പഞ്ചറാക്കിയ ശേഷം തൂക്കിയെടുത്ത് അറിഞ്ഞു പൊളിക്കുകയും ചെയ്യും. റഫർ നോക്കുമ്പോൾ ബോൺസയ്ക്ക് അനക്കമില്ലാത്തത് കൊണ്ട് പീറ്റർ ജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഇതോടെ പീറ്ററിന് വലിയ സന്തോഷമാവുകയും ക്യാഷ് മേടിക്കാൻ ചെല്ലുകയും ചെയ്യുന്നു. അവനാകെ $500 കൊടുക്കുമ്പോൾ 3000 അല്ലേ പറഞ്ഞിരുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അത് 3 മിനിറ്റ് നിന്നാലാണെന്നും നീ ആകെ 1.5 മിനിറ്റ് അല്ലേ നിന്നുള്ളൂ എന്നും പറഞ്ഞ് അവർ പീറ്ററിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇതോടെ പീറ്റർ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. പെട്ടെന്ന് അവിടേക്ക് ഒരാൾ വന്ന് തോക്ക് ചൂണ്ടി പണമെല്ലാം എടുക്കാൻ പറയുന്നു. പീറ്റർ നോക്കുമ്പോൾ ഒരു കള്ളൻ പണവുമായി ഓടി വരികയാണ്. പീറ്റർ മൈൻഡ് പോലും ചെയ്യാതെ നിൽക്കുകയും അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. നീ എന്താടാ പൊട്ട അവനെ പിടിക്കാഞ്ഞത്, അവൻ പണം മുഴുവൻ കൊണ്ടുപോയെന്ന് പറയുമ്പോൾ ചതിച്ചുണ്ടാക്കുന്ന പണം ഇങ്ങനെ തന്നെ പോകുമെന്ന് പീറ്റർ പറയും. അങ്ങനെ അത് കഴിഞ്ഞ് പീറ്റർ റോഡിലൂടെ നടന്നു വരുമ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം കാണുകയും അവൻ എന്താണെന്ന് അവിടേക്ക് ചെന്ന് നോക്കുകയും ചെയ്യുന്നു. നോക്കുമ്പോൾ അവിടെ അവന്റെ അപ്പൂപ്പൻ മരിച്ചു കിടക്കുകയാണ്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരാൾ ഇയാളെ വെടിവെച്ച് കൊന്നിട്ട് ഇയാളുടെ കാർ എടുത്തുകൊണ്ട് പോയെന്ന് പറയുന്നു. അപ്പൂപ്പൻ മരിച്ചു കിടക്കുന്നത് കണ്ട് അവൻ സങ്കടം സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അവൻ ഓടി ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയും അവന്റെ ഡ്രസ്സ് മാറി മുഖംമൂടിയൊക്കെ എടുത്തിട്ട് ബിൽഡിങ്ങിലൂടെ മുകളിലേക്ക് കയറി നേരെ തന്റെ അപ്പൂപ്പനെ കൊന്നവനെ പിടിക്കാൻ പോവുകയും ചെയ്യുന്നു. നോക്കുമ്പോൾ അപ്പൂപ്പന്റെ കാറുമായി ഒരുത്തൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസുകാർ പിറകെ പോകുന്നു. ഇതോടെ പീറ്റർ ഇതുവരെ എടുത്തിട്ടില്ലാത്ത തന്റെ കഴിവുകൾ പുറത്തെടുക്കുകയും വലയിൽ തൂങ്ങി നേരെ ചെന്ന് ഭിത്തിയിലിടിക്കുന്നതിന് മുമ്പ് അടുത്ത വലയിട്ട് അതിൽ തൂങ്ങി തൂങ്ങി മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ അവൻ വളരെ വേഗത്തിൽ കെട്ടിടങ്ങളുടെ ഇടയിലൂടെയൊക്കെ തൂങ്ങി ആ കാറിന് പിറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ നേരെ ആ കാറിന് മുകളിലെത്തുകയും അതിലൂടെ ആ കള്ളനെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ തുരുതുരെ വെടിവെക്കാൻ തുടങ്ങുന്നു. ഇതോടെ പീറ്റർ അടുത്ത ലോറിയുടെ മുകളിലേക്ക് ചാടുകയും പെട്ടെന്ന് പീറ്റർ നോക്കുമ്പോൾ തന്റെ മുന്നിൽ ഒരു പാലം വരുന്നത് കണ്ട് അവൻ മുകളിലൂടെ എടുത്തു ചാടി പാലത്തിനപ്പുറത്തൂടെ ലോറിയുടെ മുകളിൽ തന്നെ എത്തുകയും ചെയ്യുന്നു. ശേഷം അവൻ ചാടി കാറിന്റെ മുന്നിൽ വന്ന് ഗ്ലാസ് ഇടിച്ച് തകർക്കുന്നതോടെ കാറിന്റെ നിയന്ത്രണം വിട്ട് നേരെ ഇടിച്ചു നിൽക്കുന്നു. പോലീസുകാർ അവിടെ എത്തുമ്പോഴേക്കും കള്ളൻ ഇറങ്ങി ഓടിയിരിക്കുകയാണ്. അങ്ങനെ കള്ളൻ അവിടുത്തെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ചെന്ന് ആരും കണ്ടില്ലെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ പീറ്റർ അവിടേക്ക് എത്തുന്നു. ശേഷം അവനെ അവിടെ വെച്ച് ഇടിച്ച് പഞ്ചറാക്കുകയും അവന്റെ അടുത്തേക്ക് ചെന്ന് എന്റെ അങ്കിളിനെ എന്തിനാ കൊന്നതെന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കുമ്പോഴാണ് അവന്റെ മുഖം പീറ്റർ ശ്രദ്ധിക്കുന്നത്. റെസ്ലിംഗ് സ്റ്റേഡിയത്തിൽ നിന്ന് പണം എടുത്തുകൊണ്ട് തന്റെ മുന്നിലൂടെ രക്ഷപ്പെട്ട് ഓടിയ കള്ളനായിരുന്നു അത്. അന്നേരം അവനെ പിടിച്ചിരുന്നെങ്കിൽ തന്റെ അപ്പൂപ്പൻ മരിക്കില്ലായിരുന്നു എന്ന് ഓർത്ത് പീറ്റർ ആകെ ഷോക്കായി പോകുന്നു. പെട്ടെന്ന് അവൻ തോക്ക് ചൂണ്ടുകയും പീറ്റർ അവനെ ആട്ടിച്ച് പഞ്ചറാക്കി താഴേക്ക് ഇടുകയും ചെയ്യുന്നു. അവനവിടെ മരിച്ചു കിടക്കുകയാണ്. ഇതിനിടെ പിന്നിൽ നിന്ന് പോലീസുകാർ വരുന്നത് കണ്ട് അപ്പോൾ തന്നെ പീറ്റർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ അന്ന് രാത്രി താൻ കാരണമാണ് അപ്പൂപ്പൻ മരിച്ചതെന്ന് ഓർത്ത് പീറ്റർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മുമ്മ ഓടി അവന്റെ അടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു. പിന്നീട് കാണിക്കുന്നത് ആർമി ജനറലിനെയാണ്. അയാൾ ഹാരിയുടെ അച്ഛനെ വിട്ട് മറ്റൊരാളിന് കോൺട്രാക്ട് കൊടുക്കാൻ പോവുകയാണ്. എന്റെ പരീക്ഷണം വിജയകരമായി ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ കാണിക്കാമെന്ന് അയാൾ പറയുകയും അങ്ങനെ അവർ നിർമ്മിച്ച വിമാനം പട്ടാളത്തിന്റെ ജനറലിന്റെ മുന്നിൽ വെച്ച് പറന്നു പൊങ്ങുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് എന്തോ ഒരു സാധനം അവിടേക്ക് വന്ന് വിമാനം തകർക്കുകയും അത് നേരെ ജനറലിൽ നിന്ന് ബിൽഡിംഗ് മുഴുവൻ ചുട്ട് ചാമ്പലാക്കുകയും ചെയ്യുന്നു. പിന്നീട് പീറ്ററിനെയാണ് കാണിക്കുന്നത്. അവൻ കോളേജിൽ നിന്ന് ബിരുദം വാങ്ങി ഇറങ്ങുകയാണ്. ഇതിനിടെ ഹാരിയുടെ അച്ഛൻ അവിടേക്ക് വന്ന് നീ നല്ല മിടുക്കനാണെന്നും ബിരുദം ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നും നിന്നെയും എന്റെ മകനെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നതെന്നും എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതിയെന്നും അദ്ദേഹം പറയും. അങ്ങനെ അന്ന് അതെല്ലാം കഴിഞ്ഞ് പീറ്റർ വീട്ടിലേക്ക് എത്തുന്നു. ശേഷം അവൻ റൂമിലിരുന്ന് അപ്പൂപ്പനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവന്റെ അമ്മൂമ്മ അവിടേക്ക് കയറി വന്ന് അവനോടൊപ്പം ഇരിക്കുന്നു. ഞാൻ ബിരുദം വാങ്ങുന്നതെന്ന് കാണാൻ അങ്കിളിന് വലിയ ആഗ്രഹമായിരുന്നു എന്ന് അവൻ പറയുമ്പോൾ അദ്ദേഹം ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ഓർക്കുന്നുണ്ടാവും. നീ നല്ല കുട്ടിയാണെന്നും വലിയ ഒരു
ആളാവുമെന്നും എപ്പോഴും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം എന്നോട് പറയാറുണ്ടായിരുന്നു. ആ വിശ്വാസം നീ നഷ്ടപ്പെടുത്താതിരുന്നാൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് ഒരുപാട് സന്തോഷമാവുമെന്ന് അമ്മുമ്മ പറയുന്നു. ഇതോടെ അന്ന് രാത്രി തന്നെ അവൻ തന്റെ പെട്ടി തുറന്ന് തനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സ് അവൻ പുറത്തെടുക്കുന്നു. അതോടൊപ്പം നമ്മുടെ ശക്തി അധികമാവുമ്പോൾ ഉത്തരവാദിത്വവും കൂടുമെന്നുള്ള അപ്പൂപ്പന്റെ ഡയലോഗ് അവൻ ഓർക്കുകയും പിറ്റേന്ന് മുതൽ തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കാനായി അവൻ നാട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്യും. കള്ളന്മാരെയും കൊള്ളക്കാരെയും എല്ലാം അവൻ മിന്നൽ വേഗത്തിൽ വന്ന് ആക്രമിക്കുന്നു. എല്ലാ മോശപ്പെട്ട ആൾക്കാരെയും അവൻ പിടികൂടി പോലീസിന്റെ പണി എളുപ്പമാക്കി കൊടുക്കുന്നു. അങ്ങനെ അധികം വൈകാതെ തന്നെ പത്രങ്ങളിലും മാധ്യമങ്ങളിലുമെല്ലാം അവനെക്കുറിച്ചുള്ള വാർത്ത വരികയും വളരെ വേഗത്തിൽ സ്പൈഡർമാൻ നാട്ടിൽ ഹീറോ ആവുകയും ചെയ്യും. എല്ലാവരും അവനെ പറ്റി നല്ല അഭിപ്രായങ്ങൾ ടിവിയിൽ പറയുന്നു. ഈ ഹീറോ വന്നതിന് ശേഷം ഇപ്പോൾ നാട്ടിലെ മോഷണ കേസുകളൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് പോലീസുകാർ ഉൾപ്പെടെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പത്ര ഓഫീസാണ്. അവിടുത്തെ MD ദേശീയക്കാരനും മൊരടനുമായിട്ടുള്ള ഒരാളാണ്. സ്പൈഡർമാൻ എന്ന് പറയുന്നവൻ നാട്ടിൽ തരംഗമായിട്ട് ഇത്രയും ദിവസമായി. ഇതുവരെ സ്പൈഡർമാന്റെ ഒരു ഫോട്ടോയും നമുക്ക് കിട്ടിയിട്ടില്ല. വലിയ വലിയ സിനിമാ നടിമാരെ രഹസ്യമായി ഫോട്ടോ എടുത്ത് തരാൻ നമ്മുടെ ഫോട്ടോഗ്രാഫർമാർക്ക് പറ്റും. എന്നിട്ടും ഇതുവരെ ആ സ്പൈഡർമാന്റെ ഒരു ഫോട്ടോ എടുക്കാൻ ഒരുത്തനും പറ്റിയിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം പറയുമ്പോൾ അവന്റെ ഫോട്ടോ എടുക്കുന്നത് അത്ര എളുപ്പമല്ലെന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയ തരത്തിൽ അവൻ വന്ന് ഇരുന്ന് തരത്തില്ലെന്നും മറ്റുള്ളവർ പറയുന്നു. എങ്കിൽ നാളെ തന്നെ പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കും, സ്പൈഡർമാന്റെ ഫോട്ടോ കൊണ്ടുവരുന്നവർക്ക് സമ്മാനം നൽകുന്നു. എങ്ങനെയും പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ സ്പൈഡർമാന്റെ ഫോട്ടോ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് അയാൾ പറയും. പിന്നീട് കാണിക്കുന്നത് പീറ്ററിനെയാണ്. അവൻ വഴിയിൽ വെച്ച് മേരി ജെയിനെ കാണുകയും ഓടി അവളുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ഒരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നീ എന്താണ് ഇവിടെ എന്നും അവളോട് ചോദിക്കുമ്പോൾ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടിലാണെന്നും അതുകൊണ്ട് ഇവിടുത്തെ ഹോട്ടലിലെ വെയിറ്റർ ആയിട്ട് തൽക്കാലം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അത് ആരോടും പറയരുതെന്നും അവൾ പറയും. അതിന് നാണിക്കാൻ എന്താ ഉള്ളതെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാനും ഹാരിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും ഞാനിങ്ങനെ ഹോട്ടലിലൊക്കെ സെർവറായിട്ട് ജോലി ചെയ്യുകയാണെന്ന് അവൻ അറിഞ്ഞാൽ അതവന് ഒട്ടും ഇഷ്ടപ്പെടില്ലെന്നുമൊക്കെ അവൾ പറയും. ഹാരിയുമായി ഇഷ്ടത്തിലാണെന്ന് കേട്ട ഉടൻ പീറ്ററിന് വല്ലാത്ത വിഷമമാവുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് പോവുകയും പീറ്റർ വിഷമിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ശേഷം അന്നവൻ നേരെ ഹാരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവർ തമ്മിൽ അവിടെ വെച്ച് സംസാരിക്കുമെങ്കിലും മേരി ജെയിനെ പറ്റി പീറ്റർ ഒന്നും അവനോട് പറയുന്നില്ല. ഹാരി ഇതുവരെ മേരി ജെയിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം പീറ്ററിനോട് പറഞ്ഞിട്ടുമില്ല. നീ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അച്ഛൻ വിചാരിച്ചാൽ നല്ലൊരു ജോലി നിനക്ക് സെറ്റാക്കി തരുമെന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നും ഞാൻ തന്നെ എങ്ങനെയും എന്റെ ശ്രമത്തിലൂടെ ഒരു ജോലി കണ്ടെത്തിക്കൊള്ളാമെന്നും പീറ്റർ പറയുന്നു. ഇതിനിടയിലാണ് അവിടെ ഇരിക്കുന്ന പത്രത്തിൽ സ്പൈഡർമാന്റെ ഫോട്ടോസ് കൊണ്ടുവരുന്നവർക്ക് സമ്മാനമുണ്ടെന്നുള്ള പരസ്യം അവൻ കാണുന്നത്. അന്നു മുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ച ശേഷം പീറ്റർ അവരെല്ലാം അടിച്ച് പഞ്ചറാക്കുന്നതിന്റെ ഫോട്ടോസ് എല്ലാം ചറപറ എടുക്കുന്നു. അങ്ങനെ ആ ഫോട്ടോസുമായി അവൻ പത്ര ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ഫോട്ടോസ് എല്ലാം കൊള്ളാം, ഇതിനെല്ലാം കൂടെ ചേർത്ത് 200 രൂപ തരാമെന്ന് അയാൾ പറയുമ്പോൾ അവിടെയും അവൻ തേഞ്ഞിരിക്കുകയാണ്. അത് തീരെ കുറവാണെന്നും കുറച്ചുകൂടെ കൂട്ടിത്തരാൻ പറ്റുമോന്നും ഒക്കെ അവൻ ചോദിച്ച് അയാൾ 300 രൂപയിൽ ഉറപ്പിക്കുന്നു. ശേഷം അയാൾ അവനോട് സ്പൈഡർമാന്റെ ഫോട്ടോ കിട്ടുന്നിടത്തോളം കൊണ്ടുവരാനും എല്ലാം ഞാൻ വാങ്ങിച്ചോളാമെന്നും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഹാരിയുടെ അച്ഛന്റെ കമ്പനിയാണ്. അദ്ദേഹം തന്റെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെ എല്ലാം വെച്ച് ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൽ നടന്ന അപകടത്തോടുകൂടി നമ്മുടെ എതിരാളിയായ സ്ഥാപനം പിടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഈ കമ്പനി കൂടി വാങ്ങാനുള്ള ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഈ കമ്പനി വിൽക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഷെയർ ഹോൾഡേഴ്സ് പറയുമ്പോൾ വിൽക്കുന്ന കാര്യത്തെപ്പറ്റി ഇതുവരെ എന്നോട് ആരുമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. നിങ്ങളിത് വിൽക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് പറയാതിരുന്നത്. നിങ്ങളുണ്ടെങ്കിൽ ഈ വ്യാപാരം നടക്കില്ല, അതുകൊണ്ട് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ രാജിവെച്ചേ പറ്റുള്ളൂ എന്നൊക്കെ കൂടെയുള്ള ഷെയർ ഹോൾഡേഴ്സ് പറയുകയും നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത്, ഈ സ്ഥാപനം ഞാൻ ഉണ്ടാക്കിയതാണ്, ഇത്രയും വളർത്തിക്കൊണ്ടുവരാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാമോ, ഇത് വിൽക്കരുത് എന്നൊക്കെ അദ്ദേഹം പറയുമെങ്കിലും അവരെല്ലാവരും ചേർന്ന് ഹാരിയുടെ അച്ഛനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ മാസം തന്നെ വിൽക്കാനുള്ള കരാറിൽ ഞങ്ങൾ ഒപ്പുവെച്ച് കഴിഞ്ഞുവെന്ന് അവർ പറയുന്നു. ഇതോടെ അദ്ദേഹത്തിന് ആകെ ദേഷ്യമാവുന്നു. അങ്ങനെ അവിടുത്തെ വലിയ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന ദിവസം ആയിരിക്കുകയാണ്. ആഘോഷം നടക്കുന്നതിന്റെ അടുത്ത് തന്നെ ഹാരിയുടെ അച്ഛന്റെ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം ഉണ്ട്. പീറ്ററും ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവൻ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുമ്പോൾ മുകളിലായി ഹാരിയും മേരി ജെയിനും ഒരുമിച്ച് നിൽക്കുന്നതായി കാണുന്നു. ഇതിനിടെ ഹാരി അവരോടെല്ലാം എന്റെ അച്ഛൻ എവിടെയെങ്കിലും കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിനിടെ എന്തോ അപകടമുണ്ടെന്ന് പീറ്ററിന് മനസ്സിലാവുന്നു. എന്താണെന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്ന് എന്തോ ഒന്ന് അവിടേക്ക് പറന്നു വരുന്നതായി അവർ കാണുകയും എല്ലാവരും അതെന്താണെന്ന് അറിയാതെ നോക്കുകയും ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ ഓസ്കോർപ്പിലെ ആളുകൾക്ക് അത് അവരുടെ കാണാതെ പോയ വിമാനമാണെന്ന് മനസ്സിലാവും. അത് നേരെ പറന്ന് അവിടേക്ക് വന്ന് ഹാരിയുടെ അച്ഛനെ പുറത്താക്കിയവർ നിൽക്കുന്ന ബിൽഡിംഗ് ബോംബിട്ട് തകർക്കുന്നു. ഇതോടെ ആളുകളെല്ലാം പരിഭ്രാന്തരായി അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മുഴുവൻ തകർന്ന് മേരി ജെയിൻ അപകടത്തിൽപ്പെട്ട് എന്നെ രക്ഷിക്കാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഉടൻ പീറ്റർ അവിടെ വെച്ച് തന്നെ സ്പൈഡർമാനായി മാറുന്നു.
ഉടൻ ആ രൂപം പറന്ന് ഓസ്കോർപ്പിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് വരികയും അവരുടെ നേർക്ക് ഒരു ബോംബ് ഇടുകയും ചെയ്യുന്നതോടെ അവരെല്ലാവരും ചാരമായി പോകുന്നു. ശേഷം ആ രൂപം നേരെ മേരി ജെയിന്റെ അടുത്തേക്ക് വരികയും അവൾ പേടിച്ചു നിൽക്കുമ്പോൾ ദൂരെ നിന്ന് സ്പൈഡർമാൻ അവിടേക്ക് പറന്നു വന്ന് അയാളെ ചവിട്ടി തെറിപ്പിക്കുകയും ചെയ്യും. ഇതോടെ അയാളുടെ വിമാനം നേരെ ചെന്ന് അവിടുത്തെ ബലൂൺ പൊട്ടിക്കുകയും അത് പൂർണ്ണമായി ഇടിഞ്ഞ് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. എല്ലാവരും ഓടി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കുട്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ അവിടെ തന്നെ നിൽക്കുന്നു. ഉടൻ സ്പൈഡർമാൻ പറന്ന് അവിടേക്ക് ചെല്ലുകയും ആ കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനിടെ പച്ചരൂപം എഴുന്നേൽക്കുകയും പോലീസുകാർ അനങ്ങരുതെന്നൊക്കെ പറയുമ്പോൾ അത് അവരെല്ലാം ഇടിച്ച് പഞ്ചറാക്കുകയും ചെയ്യുന്നു. ഇതാരാണെന്ന് സ്പൈഡർമാന് മനസ്സിലാവുന്നില്ല. അവൻ നേരെ അയാളെ ഇടിക്കാൻ ചെല്ലുമെങ്കിലും അയാൾ സ്പൈഡർമാനെ ചവിട്ടി തെറിപ്പിക്കുന്നു. ശേഷം തന്റെ വിമാനം എടുത്ത് നേരെ സ്പൈഡർമാനെ വെടിവെച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനിടെ മേരി ജെയിൻ ഇരിക്കുന്ന സ്ഥലം ഇളകി താഴേക്ക് വീഴാറായിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടെ പച്ച മനുഷ്യൻ അവിടേക്ക് വന്ന് പീറ്ററിനെ ഭിത്തിയിൽ വെച്ച് ഇടിച്ച് പഞ്ചറാക്കുകയാണ്. എന്നാൽ വീണ്ടും ആക്രമിക്കാൻ വരുമ്പോൾ അവന്റെ മുഖത്തേക്ക് സ്പൈഡർമാൻ വലയെറിയുകയും ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നതിനിടെ വിമാനത്തിന്റെ സർക്യൂട്ട് ബോർഡെല്ലാം പീറ്റർ വലിച്ചിളക്കുകയും ചെയ്യുന്നു. ഇതോടെ വിമാനം കംപ്ലൈന്റ് ആവുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് മേരി ജെയിൻ ഭിത്തി ഇടിഞ്ഞ് താഴേക്ക് പോവുകയും സ്പൈഡർമാൻ അവളുടെ കൂടെ ചാടുകയും ചെയ്യുന്നു. അവൾ താഴെ എത്തുന്നതിന് മുമ്പ് അവളെയും പിടിച്ച് മലയിൽ തൂങ്ങി നിൽക്കുകയും ശേഷം അവിടെ നിന്ന് അവളെയും കൊണ്ട് ദൂരേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ദൂരം അവളെയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഒരു പാർക്കിൽ അവൻ അവളെ കൊണ്ടിറക്കുകയും ഇവിടെ നിന്നൊരു വണ്ടി വിളിച്ച് പൊക്കൊള്ളാനും ഞാൻ പോകുന്നുവെന്നും പറയുന്നു. നീ ആരാണെന്ന് ഒന്ന് പറയാമോ എന്ന് അവൾ അവനോട് ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് നിനക്കറിയാമെന്നും നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സ്പൈഡർമാൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറന്ന് പോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഹാരിയുടെ അച്ഛനായ നോർമാനെയാണ്. അയാൾ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ ആരോ തന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു. അവിടെ ആരാണുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെ കാണണമെങ്കിൽ നീ കണ്ണാടിയിലേക്ക് നോക്കാൻ പറയുകയും നോർമാൻ നോക്കുമ്പോൾ അവനോട് താൻ തന്നെ മറ്റൊരു രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യും. യഥാർത്ഥത്തിൽ പച്ച മനുഷ്യനായി വന്നത് നോർമാൻ തന്നെയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ യഥാർത്ഥ നോർമാൻ ചോദിക്കുമ്പോൾ നിന്റെ ദേഹത്ത് ഞാനുള്ളത് കൊണ്ട് ഇപ്പോൾ നിനക്ക് നല്ല ശക്തിയുണ്ടെന്നും ഈ ലോകം മുഴുവൻ നീ ആക്രമിച്ച് കീഴടക്കണമെന്നും നിന്റെ എതിരാളിയായി വരുന്നവന്മാരെ എല്ലാം തീർത്ത് കളയണമെന്നും നോർമാന്റെ ഉള്ളിലെ ശക്തി അവനോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പത്ര ഓഫീസാണ്. സ്പൈഡർമാൻ പോരാത്തതിന് പുതിയ പച്ച വരുത്തം കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇവന്മാർ രണ്ടുപേരും ചേർന്നാണ് ഈ നാട് നശിപ്പിക്കുന്നതെന്നൊക്കെ ചെയർമാൻ പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല, സ്പൈഡർമാൻ നല്ലവനാണെന്നൊക്കെ പീറ്റർ പറയുന്നു. അവൻ വില്ലനാണെന്ന് തന്നെ പത്രത്തിൽ എഴുതണം, വായിക്കുന്നവർക്ക് ഒരു ത്രില്ലൊക്കെ തോന്നണമെന്ന് അയാൾ പറയും. ഇത് കേട്ട് പീറ്റർ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും പെട്ടെന്ന് പിന്നിലൂടെ പച്ച മനുഷ്യൻ അവിടേക്ക് വരികയും അയാളെ പിടിച്ചെടുത്ത് സ്പൈഡർമാന്റെ ഫോട്ടോ എടുത്തവൻ ആരാണെന്ന് ചോദിക്കുകയും ചെയ്യും. അവൻ ആരാണെന്ന് എനിക്ക് അറിയില്ലെന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞില്ലെങ്കിൽ കൊല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ പിന്നിലൂടെ സ്പൈഡർമാൻ അവിടേക്ക് വരുന്നു. ഇതോടെ അവൻ അവിടേക്ക് തിരിയുകയും നിന്നെ അന്വേഷിച്ചാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്യാസ് അവന്റെ നേർക്ക് അടിച്ചു വിടുകയും ചെയ്യുന്നു. ഇതോടെ സ്പൈഡർമാൻ മയങ്ങി താഴേക്ക് വീഴുകയും പച്ച മനുഷ്യൻ അവനെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്യുന്നു. പിന്നീട് സ്പൈഡർമാൻ കണ്ണു തുറക്കുമ്പോൾ തന്റെ മുന്നിൽ വില്ലൻ നിൽക്കുകയാണ്. ഞാൻ നിന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. നമ്മൾ രണ്ടുപേരും പ്രത്യേകതയുള്ള ആളുകളാണ്. നീ എന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലോകം പിടിച്ചടക്കാം. നീ എന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണോന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ നീ ഒരു കൊലയാളിയാണെന്നും നിന്റെ കൂടെ നിൽക്കാൻ എന്നെ കിട്ടില്ലെന്നുമൊക്കെ സ്പൈഡർമാൻ പറയും. നീ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിന്നെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ എനിക്ക് തീർത്ത് കളയാം. പക്ഷെ നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. നമ്മൾ രണ്ടുപേരും ഒരുമിക്കുകയാണെങ്കിൽ ഈ ലോകത്തുള്ള എന്തും നേടാൻ കഴിയും. നീ എന്റെ കൂടെ നിൽക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു യുദ്ധമുണ്ടാവും. അതിൽ ഒരുപാട് ജനങ്ങൾ ബലിയാടാവേണ്ടി വരും. അതുകൊണ്ട് നീ ആലോചിച്ചൊരു തീരുമാനം പറയാൻ പറഞ്ഞുകൊണ്ട് വില്ലൻ അവിടെ നിന്ന് പോകുന്നു. പിറ്റേന്ന് രാവിലെ വരുന്ന പത്രങ്ങളിലെല്ലാം സ്പൈഡർമാനും പച്ച മനുഷ്യനും ചേർന്ന് നാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇത് കാണുന്ന പീറ്ററിന് വല്ലാത്ത വിഷമമാവുന്നു. അന്ന് രാത്രി വഴിയിൽ വെച്ച് പീറ്റർ മേരി ജെയിനെ കാണുന്നു. നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അവൻ അവളോട് ചോദിക്കുമ്പോൾ നാടകത്തിൽ നടിയായി അഭിനയിക്കാൻ വേണ്ടി ഒരു ഇന്റർവ്യൂവിന് വന്നതാണെന്ന് പറയുന്നു. എന്നിട്ട് എന്താ എന്ന് അവൻ ചോദിക്കുമ്പോൾ റിജക്ട് ചെയ്തു എന്നും എനിക്ക് അതിനുള്ള ഭാഗ്യമൊന്നുമില്ലെന്നും അവൾ പറയുന്നു. നീ അതോർത്ത് വിഷമിക്കണ്ട, അടുത്ത ഇന്റർവ്യൂവിൽ പിടിക്കാൻ നോക്കാം. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കിന്നൊരു ഡിന്നർ കഴിക്കാമെന്ന് പറയുമ്പോൾ എനിക്കിന്ന് ഹാരിയോടൊപ്പം ഡിന്നർ കഴിക്കാനുണ്ടെന്ന് അവൾ പറയുന്നു. എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിഷമത്തോടെ അവളെ പറഞ്ഞു വിടുന്നു. അവൾ നടന്ന് അങ്ങോട്ട് പോകുന്നതിനിടെ രണ്ടുപേർ അവളെ നോക്കുകയും പിറകെ ചെല്ലുകയും ചെയ്യുന്നു. ഇത് കാണുന്ന പീറ്റർ അവിടേക്ക് ചെല്ലുന്നു. അവൾ നടന്നു പോകുന്ന വഴിയിൽ ശല്യപ്പെടുത്താനായി ചിലരൊക്കെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ രക്ഷപ്പെടാനായി അവരുടെ കയ്യിൽ നിന്ന് ഓടുകയും എന്നാൽ അവർ അവളെ പിടികൂടി ഉപദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവൾക്ക് അവരുടെ മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് അവരെല്ലാം അവിടെ നിന്ന് തെറിച്ചു പോകുന്നു. അവൾ നോക്കുമ്പോൾ സ്പൈഡർമാൻ അവിടെ എത്തി അവരെല്ലാം അടിച്ച് പഞ്ചറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിയെല്ലാം കഴിയുമ്പോൾ അവനെ കാണാനായി അവൾ അടുത്തേക്ക് ചെല്ലുകയും മുഖംമൂടിയില്ലാത്ത അവൻ ഓടി മാറുകയും ചെയ്യുന്നു. അവൾ അവനെ കാണാതെ നിൽക്കുമ്പോൾ പിന്നിലൂടെ സ്പൈഡർമാൻ വരികയും നീ ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് എന്ത് ധൈര്യത്തിലാ വന്നതെന്ന് ചോദിക്കുന്നു. എന്നെ രക്ഷിക്കാൻ നീയുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനോട് സംസാരിക്കുകയും അവൾക്ക് അവനോട് പ്രണയം തോന്നുകയും ചെയ്യുന്നു. അങ്ങനെ സംസാരിച്ച് അവൾ അവന്റെ മുഖംമൂടി താഴ്ത്തുകയും അവിടെ വെച്ച് അവനെ ഉമ്മ വയ്ക്കുകയും ചെയ്യുന്നു. പിറ്റേന്ന് സിറ്റിയിലെ ഒരു ബിൽഡിംഗിൽ തീ പിടിച്ചിരിക്കുകയാണ്. അവിടെയുള്ളവരെല്ലാം ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരു സ്ത്രീ അവിടേക്ക് വന്ന് എന്റെ കുഞ്ഞ് ഉള്ളിലാണെന്നും അതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനും ഒക്കെ ഫയർഫോഴ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ മുഴുവൻ തീയാണെന്നും അങ്ങോട്ട് പോകാൻ
കഴിയില്ലെന്നുമൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ സ്പൈഡർമാൻ അവിടേക്ക് പറന്നു വരുന്നു. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ആ സ്ത്രീ ഉറക്കെ വിളിച്ചു പറയുകയും അവൻ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ സ്പൈഡർമാൻ പോയിട്ട് കുറെ നേരം കഴിഞ്ഞിട്ടും അവനെ പുറത്തേക്കൊന്നും കാണുന്നില്ല. ഇതോടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അവരൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി നടന്ന് സ്പൈഡർമാൻ പുറത്തേക്ക് ചാടി വരികയും അവരുടെ കുഞ്ഞിനെ സേഫായി കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അതിന് യാതൊരു കുഴപ്പവുമില്ലാതെ ഇരിക്കുകയാണ്. ഇതിനിടെ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്ന് ഉറക്കെയുള്ള നിലവിളി അവർ കേൾക്കുകയും ഉടൻ തന്നെ സ്പൈഡർമാൻ പാഞ്ഞ് ആ ബിൽഡിംഗിന്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു. എവിടെ നിന്നാണ് ആ നിലവിളി വരുന്നതെന്ന് അവൻ നോക്കി തിരിഞ്ഞു നിൽക്കുന്ന ഒരാളിനെ കണ്ടെത്തുകയും അവൻ പതിയെ തീയുടെ ഇടയിലൂടെ അയാളുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. എന്നാൽ അത് വില്ലനായിരുന്നു. അവൻ സ്പൈഡർമാനെ ഇടിച്ച് പറത്തുന്നു. നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടം വരെ വന്നത്. നീ എന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണോ എന്ന് അവൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു. അതിന് ഒരിക്കലും എന്നെ കിട്ടില്ലെന്ന് സ്പൈഡർമാൻ പറയുമ്പോൾ അവൻ കയ്യിലിരുന്ന ബ്ലേഡുകൾ സ്പൈഡർമാന്റെ നേർക്ക് എറിയുകയും പാഞ്ഞു വരുന്ന ആ ബ്ലേഡുകളിൽ നിന്ന് അവൻ വളരെ സ്റ്റൈലിഷായി രക്ഷപ്പെടുകയും ചെയ്യുന്നു. ശേഷം അവർ തമ്മിൽ അടിയുണ്ടാവുകയും ഇതിനിടെ കറങ്ങി വരുന്ന ആ ബ്ലേഡുകൾ വന്നിടിച്ച് സ്പൈഡർമാന്റെ കയ്യിൽ മുറിവുണ്ടാവുകയും ചെയ്യുന്നു. ശേഷം അവർ തമ്മിൽ ഒരു പൊരിഞ്ഞ ഫൈറ്റ് നടക്കുകയും തെറിച്ചു വീണ ശേഷം വില്ലൻ നോക്കുമ്പോൾ സ്പൈഡർമാനെ അവിടെ കാണാതാവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഹാരിയുടെ വീടാണ്. അവൻ സ്നേഹിക്കുന്ന മേരി ജെയിനെ ഡാഡിക്ക് പരിചയപ്പെടുത്താനിരിക്കുകയാണ്. അങ്ങനെ അവന്റെ ഡാഡി അവിടേക്ക് കയറി വരികയും ഉടൻ തന്നെ ഹാരി മേരി ജെയിനെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടെ ജോലിക്ക് നിൽക്കുന്നത് പീറ്ററിന്റെ അമ്മുമ്മയാണ്. പീറ്ററിനെ മാത്രം ഇതുവരെ കണ്ടില്ലെന്ന് അവർ പറയുന്നതിനിടെ പീറ്റർ ആ ബിൽഡിംഗിന്റെ മുകളിലെത്തുന്നു. എന്നാൽ അവൻ വന്ന ശബ്ദം അവർ കേൾക്കുകയും അവിടെ എന്തോ ശബ്ദം കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടേക്ക് ചെന്ന് നോക്കുകയും ചെയ്യുന്നു. അവിടെ അവൻ സ്പൈഡർമാനായി എത്തിയിരിക്കുകയാണ്. എന്നാൽ മറ്റുള്ളവർ അവിടേക്ക് കയറി വന്ന് നോക്കുമ്പോൾ എങ്ങും ആരെയും കാണുന്നില്ല. എന്താണ് ശബ്ദം കേട്ടതെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പീറ്റർ അവരുടെ തൊട്ടു മുകളിൽ തന്നെയുണ്ട്. ഇതിനിടെ അവന്റെ കയ്യിലുണ്ടായിരുന്ന മുറിവിൽ നിന്ന് രക്തത്തുള്ളി താഴേക്ക് ഇറ്റി വീഴുകയാണ്. അവിടെ ആരെയും കാണാതെ അവർ തിരിച്ചു പോകുന്നതിനിടെ തുള്ളി അവിടെ വീഴുകയും ഇത് കേട്ട് നോർമൻ അത് കണ്ട് മുകളിലേക്ക് നോക്കുമെങ്കിലും അവിടെ ആരെയും കാണുന്നില്ല. ഇതോടെ അയാൾക്ക് എന്തോ സംശയം തോന്നുന്നു. പുറത്തേക്ക് നോക്കുമെങ്കിലും അവിടെയും ആരെയും കാണാൻ കഴിയുന്നില്ല. അല്പം കഴിഞ്ഞ് പീറ്റർ പുറത്തുനിന്ന് അവിടേക്ക് കയറി വരുന്നു. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങുകയാണ്. ഇതിനിടെ നിന്റെ കയ്യിൽ ചോര പറ്റിയിരിക്കുന്നല്ലോ, എന്ത് പറ്റിയെന്ന് അമ്മുമ്മ ചോദിക്കും. അത് കടയിൽ നിന്ന് വന്നപ്പോ ഒരു ബൈക്കുകാരൻ കയ്യിലിടിച്ചതാണെന്ന് പീറ്റർ പറയും. അവന്റെ അമ്മുമ്മ ആ മുറിവ് അഴിക്കുകയും മുറിവ് കണ്ട ഉടൻ തന്നെ നോർമന് കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നു. ഇതോടെ അവൻ തന്നെയാണ് സ്പൈഡർമാൻ എന്ന് മനസ്സിലാക്കുന്ന നോർമാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഹാരി പിറകെ ചെന്ന് അദ്ദേഹത്തോട് ഇപ്പോൾ പോകരുതെന്നും എന്റെ കാമുകിയെ പരിചയപ്പെടുത്താനാണ് കൊണ്ടുവന്നതെന്നും അവൻ പറയുന്നു. നീ ഇവളെ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും ഇവൾ നിന്റെ കൂടെ കൂടിയിരിക്കുന്നത് പണത്തിന് വേണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അയാൾ അവിടെ നിന്ന് പോകുന്നു. ഇത് ഉള്ളിലിരുന്നവർ കേൾക്കുകയും ഹാരി അവിടേക്ക് വരുമ്പോൾ അവൾ ദേഷ്യത്തോടെ എല്ലാം വിട്ടെറിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. പിന്നീട് നോർമാൻ വീട്ടിൽ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. തന്റെ മുഖംമൂടി അവനോട് സ്പൈഡർമാനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും പീറ്ററിനെ ഒതുക്കാൻ കഴിയുമെന്നും അവന് വേണ്ടപ്പെട്ടതൊക്കെ അങ്ങ് നശിപ്പിച്ചാൽ മതിയെന്നും മുഖംമൂടി നോർമാനോട് പറയുന്നു. അന്ന് രാത്രി പീറ്ററിന്റെ അപ്പൂപ്പന്റെ ഫോട്ടോ വെച്ച് അമ്മുമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എല്ലാം തകർത്തുകൊണ്ട് വില്ലൻ അവിടേക്ക് കയറി വരുന്നു. നീ നന്നായി പ്രാർത്ഥിച്ചോ, ഇത് നിന്റെ അവസാനത്തെ പ്രാർത്ഥനയായിരിക്കുമെന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പീറ്റർ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തി നോക്കുമ്പോൾ അമ്മുമ്മ വയ്യാതെ കിടക്കുകയാണ്. എന്ത് പറ്റിയതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പച്ച മനുഷ്യൻ എന്നെ ആക്രമിച്ചുവെന്ന് അമ്മുമ്മ പേടിയോടെ പറയുന്നു. ഇത് കേട്ട് ശത്രുവിന് തന്നെ മനസ്സിലായി കഴിഞ്ഞുവെന്ന് അവൻ അറിയുന്നു. അങ്ങനെ പിറ്റേന്ന് അമ്മുമ്മയെ കാണാനായി മേരി ജെയിൻ ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്നും റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞുവെന്നും പീറ്റർ പറയും. ഇന്നലത്തെ സംഭവത്തിന് ശേഷം ഹാരി എന്നെ വിളിച്ചിരുന്നുവെന്നും പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ലെന്നും ഒക്കെ അവൾ പറയുകയാണ്. അപ്പോൾ അവന്റെ കാര്യം ഇനി എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മറ്റൊരാളിനെ സ്നേഹിക്കുന്നുവെന്ന് അവൾ പറയുന്നു. അതാരാണെന്ന് അവൻ ചോദിക്കുമ്പോൾ സ്പൈഡർമാൻ ആണെന്ന് അവൾ പറയുകയും അവന് വലിയ സന്തോഷമാവുകയും ചെയ്യും. ശേഷം അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്പൈഡർമാനെ പേഴ്സണലായിട്ട് എനിക്കും അറിയാമെന്നും അവൻ നിന്നെ പറ്റി എന്നോട് ചോദിച്ചിട്ടുണ്ടെന്നും ഒക്കെ പീറ്റർ പറയുമ്പോൾ നീ എന്താണ് എന്നെ പറ്റി പറഞ്ഞു എന്ന് ചോദിക്കുന്നു. നിന്നെ കിട്ടുന്നവൻ വളരെ ഭാഗ്യമുള്ളവനാണെന്നും നീ വളരെ നല്ല പെൺകുട്ടിയാണെന്നും ഒക്കെയാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ അവൻ പറയുമ്പോൾ അവൾ സന്തോഷം കൊണ്ട് അവന്റെ കയ്യിൽ പിടിക്കുന്നു. ഇതിനിടെ ഹാരി അവിടേക്ക് വരികയും ഈ കാഴ്ച കാണുകയും ചെയ്യും. അന്ന് വീട്ടിലെത്തുന്ന ഹാരി തന്റെ അച്ഛനെ വിളിക്കുകയും അച്ഛൻ അവിടേക്ക് വരുമ്പോൾ മേരി ജെയിൻ യഥാർത്ഥത്തിൽ എന്നെ അല്ലായിരുന്നു സ്നേഹിക്കുന്നതെന്നും അവൾ പീറ്ററിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും പറയും. അവനും അവളെ ഇഷ്ടമാണോ എന്ന് നോർമാൻ ചോദിക്കുമ്പോൾ ചെറുപ്പം മുതലേ അവന് അവളെ ഭയങ്കര ഇഷ്ടമാണെന്നും അവൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യുമെന്നും ഹാരി പറയുന്നു. ഓഹോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടെന്ന് നോർമാൻ പറയുന്നു. അന്ന് പീറ്റർ അമ്മുമ്മയുടെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. ഇന്ന് ആ പെങ്കൊച്ച് വന്ന് നിന്നോട് സംസാരിച്ചതിന് ശേഷമാണ് നിന്റെ സന്തോഷം ഞാൻ കാണുന്നതെന്ന് അമ്മുമ്മ പറയുമ്പോൾ നമ്മൾ സംസാരിച്ചെല്ലാം അമ്മുമ്മ കേട്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ എല്ലാം കേട്ടുവെന്നും നീയും അവളും തമ്മിൽ നല്ല ചേർച്ചയാണെന്നും നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവൾക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാമെന്നും അമ്മുമ്മ പറയും. അപ്പോഴാണ് അവൻ ആ കാര്യം ഓർക്കുന്നത്. ഉടൻ തന്നെ അവൻ ഓടിച്ചെന്ന് ഫോൺ എടുത്ത് മേരിയെ വിളിക്കുന്നു. ഉടൻ അവൾ അപ്പുറത്ത് നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുകയും നീ ഒറ്റയ്ക്ക് പുറത്തോട്ടൊന്നും പോകരുതെന്നും വളരെ സൂക്ഷിക്കണമെന്നും ഒക്കെ പീറ്റർ പറയുന്നു. എന്നാൽ അപ്പുറത്ത് നിന്ന് വില്ലന്റെ ശബ്ദമാണ് അവൻ കേൾക്കുന്നത്. ഇതോടെ താൻ വൈകിപ്പോയെന്ന് പീറ്ററിന് മനസ്സിലാവും. പിന്നീട് കാണിക്കുന്നത് മേരി ജെയിനെയാണ്. അവൾ നോക്കുമ്പോൾ തന്നെ ഒരു പാലത്തിന്റെ മുകളിൽ ഇട്ടിരിക്കുകയാണ്. ശേഷം
ശേഷം പച്ചമനുഷ്യൻ നേരെ കുട്ടികൾ യാത്ര ചെയ്തിരുന്ന കേബിൾ കാറിന്റെ അടുത്തേക്ക് ചെല്ലുകയും നിങ്ങളുടെ ഹീറോ ആയ സ്പൈഡർമാൻ നിങ്ങളെ എങ്ങനെ രക്ഷിക്കുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കേബിൾ കാർ സ്റ്റേഷൻ മുഴുവൻ ബോംബിട്ട് തകർക്കുന്നു. കേബിളിന്റെ പിടുത്തം മുഴുവൻ വിടുന്നതോടെ കുട്ടികൾ നിൽക്കുന്ന കാർ താഴേക്ക് പോവുകയും വില്ലൻ അതിനെ പിടിച്ചു നിർത്തിയ ശേഷം അതുമായി മുകളിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് സ്പൈഡർമാൻ അവിടെ എത്തിയിരിക്കുകയാണ്. അവൻ നേരെ പാഞ്ഞ് അവർ ഉള്ള പാലത്തിലെത്തി നോക്കുമ്പോൾ ഒരു കൈയിൽ കേബിൾ കാറും മറുകൈയിൽ മേരി ജെയിനുമായി വില്ലൻ നിൽക്കുകയാണ്. നീ എന്നോട് കളിച്ചത് ശരിയായില്ലെന്നും നീ ഇവരെ രക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവൻ തന്റെ രണ്ട് കൈയും വിട്ടുകളയുന്നു. മേരി ജെയിനും കുട്ടികളും താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. പീറ്റർ ഉടൻ തന്നെ താഴേക്ക് ചാടി മേരി ജെയിനെ പിടിച്ച് തൂങ്ങി ആടിച്ചെന്ന് കേബിൾ കാറും പിടിച്ച ശേഷം തന്റെ വലയിൽ തൂങ്ങി നിൽക്കുന്നു. അവർ തൂങ്ങി നിൽക്കുന്നത് കണ്ട് സഹായിക്കാനായി ദൂരെ നിന്ന് ഒരു ബോട്ട് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് വില്ലന് ദേഷ്യം വരികയും അവൻ പിന്നെയും വരികയും ചെയ്യുന്നു. നീ എങ്ങനെയെങ്കിലും ധൈര്യം പിടിച്ച് താഴെയുള്ള കേബിൾ കാറിലേക്ക് ഇറങ്ങാൻ സ്പൈഡർമാൻ പറയുകയും അവൾ രണ്ടും കൽപ്പിച്ച് പതിയെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോഴേക്കും വില്ലൻ സ്പൈഡർമാന്റെ നേർക്ക് വരികയും അവന്റെ ആക്രമണത്തിൽ സ്പൈഡർമാൻ തെറിച്ചു പോവുകയും എന്നാൽ കയ്യിൽ നിന്ന് വിട്ടുപോകാതെ വീണ്ടും കേബിൾ കാർ പിടിക്കുകയും ചെയ്യുന്നു. ആ ഫോഴ്സിൽ മേരി ജെയിൻ നേരെ താഴെയുള്ള കാറിൽ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോഴേക്കും ബോട്ട് അടുത്തേക്ക് എത്തുകയും സ്പൈഡർമാൻ കേബിൾ താഴേക്ക് വിട്ട് ഒരുവിധം ആ കാർ ബോട്ടിലേക്ക് ഇറക്കുകയും ചെയ്യും. അങ്ങനെ കുട്ടികളും മേരി ജെയിനും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ വില്ലൻ അവിടേക്ക് വന്ന് ഒരു കയർ ദേഹത്ത് കെട്ടിക്കൊണ്ട് സ്പൈഡർമാനെയും വലിച്ച് അവിടെ നിന്ന് പോകുന്നു. സ്പൈഡർമാനെ നേരെ അവിടുത്തെ ആളൊഴിഞ്ഞ ബിൽഡിംഗിലേക്കാണ് കൊണ്ടിടുന്നത്. അവിടെ ചെന്ന് വീഴുന്ന പീറ്റർ എന്തെങ്കിലും ചെയ്യും മുമ്പ് തന്റെ അടുത്ത് ബോംബ് വന്ന് വീഴുകയും അത് പൊട്ടിത്തെറിച്ച് വീണ് അവന് പരിക്ക് പറ്റുകയും ചെയ്യുന്നു. അവൻ പതിയെ എഴുന്നേൽക്കുമ്പോൾ വില്ലൻ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. നിന്നോട് എന്റെ കൂടെ നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്പൈഡർമാനെ തുരുതുരെ ആക്രമിക്കുന്നു. ഇടികൊണ്ട് തെറിച്ച് വീണ് പീറ്റർ ആകെ തളർന്നിരിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ഒരു മാരക ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടികൊണ്ട് പീറ്റർ ആകെ അവശനായിരിക്കുന്നു. നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴി ഞാൻ പറഞ്ഞതാണ്. അത് കേൾക്കാത്തത് കൊണ്ട് നീയും നിന്റെ കുടുംബവും അനുഭവിക്കേണ്ടി വരും. നിന്റെ കാമുകിയെ ഇഞ്ചിഞ്ചായി ഞാൻ കൊല്ലുമെന്നൊക്കെ അവൻ പറയുകയും ഇത് കേൾക്കുന്ന പീറ്റർ ദേഷ്യത്തോടെ എഴുന്നേൽക്കുകയും പീറ്റർ അവനെ അടിച്ച് തെറിപ്പിച്ച ശേഷം അവിടുത്തെ മതില് വലിച്ച് അവന്റെ മുകളിലേക്ക് ഇടുകയും ചെയ്യും. അല്പസമയത്തിനുള്ളിൽ അതിന്റെയൊക്കെ ഇടയിലൂടെ വളരെ പാടുപെട്ട് വില്ലൻ എഴുന്നേൽക്കുകയാണ്. ഉടൻ പീറ്റർ അവിടേക്ക് ചെന്ന് അവനെ എടുത്ത് അടിച്ച് എച്ചിലാക്കി കളയുന്നു. അടികൊണ്ട് അവശനാവുന്ന അവൻ മതിയാക്കാൻ ഉറക്കെ വിളിച്ചു പറയുകയും തന്റെ ഹെൽമറ്റ് ഊരുകയും ചെയ്യും. പീറ്റർ നോക്കുമ്പോൾ അത് ഹാരിയുടെ അച്ഛനാണ്. അപ്പോഴാണ് അത് ഹാരിയുടെ അച്ഛനാണെന്ന് പീറ്റർ അറിയുന്നത്. നിങ്ങളാണോ ഇത്രയും നിരപരാധികളെ കൊന്നതെന്നൊക്കെ പീറ്റർ ചോദിക്കുകയാണ്. ഞാനല്ല, എന്റെ ദേഹത്തുള്ള മറ്റൊരാളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാക്സിമം ആളുകളെ രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ തന്റെ കയ്യിലെ ഒരു സ്വിച്ച് അമർത്തുകയും ഇതോടെ പിന്നിൽ നിന്ന് അവന്റെ വിമാനം അവിടേക്ക് പൊങ്ങി വരികയും ചെയ്യും. എന്നെ വിശ്വസിക്കാനൊക്കെ പറഞ്ഞ് അയാൾ പീറ്ററിന്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പീറ്റർ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതിനിടെ പിന്നിൽ നിന്ന് വിമാനം പാഞ്ഞു വരികയും ഇത് മനസ്സിലാക്കി പീറ്റർ ഉടൻ തന്നെ ചാടി മാറുകയും ചെയ്യുന്നു. അത് നേരെ ചെന്ന് അയാളുടെ ദേഹത്തേക്ക് കുത്തിക്കയറിയിരിക്കുകയാണ്. അവശനാകുന്ന അയാൾ ഹാരിയോട് ഇതൊന്നും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചു വീഴുന്നു. പിന്നീട് പീറ്റർ നോർമാന്റെ ഡെഡ് ബോഡി ഹാരിയുടെ വീട്ടിൽ കൊണ്ടിടുന്നു. പെട്ടെന്ന് ഹാരി ഇത് കണ്ട് ആ റൂമിലേക്ക് വരികയും എന്റെ ഡാഡിയെ നീ എന്താ ചെയ്തതെന്ന് സ്പൈഡർമാനോട് അവൻ ചോദിക്കുകയും ചെയ്യും. എന്നാൽ ഒന്നും മിണ്ടാതെ സ്പൈഡർമാൻ അവിടെ നിന്ന് രക്ഷപ്പെടും. പിന്നീട് നോർമാന്റെ ശവക്കല്ലറയ്ക്ക് മുന്നിൽ പീറ്ററും ഹാരിയും നിൽക്കുകയാണ്. എന്റെ ഡാഡിയെ കൊന്നത് സ്പൈഡർമാൻ ആണെന്നും ഞാൻ അവനോട് പകരം വീട്ടിയിരിക്കുമെന്നും ഒക്കെ ഹാരി പറയുകയും എന്നോട് ഇനി സ്നേഹം കാണിക്കാൻ നീയല്ലാതെ ആരുമില്ലെന്ന് അവൻ പീറ്ററിനോട് പറയുകയും ചെയ്യും. ശേഷം പീറ്റർ തന്റെ അച്ഛന്റെ കല്ലറയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഉടൻ മേരി ജെയിൻ അവിടേക്ക് വരികയും അന്ന് അപകടത്തിൽപ്പെട്ടപ്പോൾ എന്റെ ജീവൻ പോകുമെന്നായിരുന്നു ഞാൻ കരുതിയത്. അതിൽ നിന്നും എന്നെ രക്ഷിച്ച ആ സ്പൈഡർമാൻ നീയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുവെന്ന് അവൾ പറയുമ്പോൾ എനിക്ക് നിന്നോടൊപ്പം ഒരു കൂട്ടുകാരനായി മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അവൾക്ക് ആകെ വിഷമമാവുകയും അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. പോകുമ്പോൾ പീറ്റർ ആലോചിക്കുകയാണ്, നമ്മുടെ ശക്തി വർദ്ധിക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കും. ഞാൻ ആരോടും ഒരുപാട് അടുക്കാൻ പാടില്ല. അവരെല്ലാം പിന്നീട് വിഷമിക്കേണ്ടി വരും. കാരണം ഞാൻ സ്പൈഡർമാനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് സിനിമ അവസാനിക്കും. 2002 $139 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $825 മില്യൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.